ഇന്ത്യൻ വിദ്യാർത്ഥിയെ യുഎസിൽ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ 12 ദിവസമായി യുവാവിനെ കാണാനില്ലായിരുന്നു. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഹൈദരാബാദിലെ മാതാപിതാക്കൾക്ക് കോൾ വന്നതോടെയാണ് തട്ടിക്കൊണ്ടുപോയതാണെന്ന് വ്യക്തമായത്. 1 ലക്ഷം രൂപയോളമാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്, അതായത് $1200. മകനെ തട്ടിയെടുത്തെന്നും പണം തന്നില്ലെങ്കിൽ കിഡ്നി വിൽക്കുമെന്നും മാതാപിതാക്കളെ സംഘാംഗം ഭീഷണിപ്പെടുത്തി. ഒഹായോയിലെ ക്ലീവ്ലാൻഡ് സർവകലാശാലയിൽ ഐടിയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ് ഹൈദരാബാദ് സ്വദേശിയായ അബ്ദുൾ മുഹമ്മദ്. 25 വയസ്സാണ്. കഴിഞ്ഞ മെയ്യിലാണ് യുവാവ് പഠനത്തിനായി യുഎസിലേക്ക് പോയത്. മാർച്ച് 7-ന് ശേഷം മകൻ തങ്ങളോട് സംസാരിച്ചിട്ടില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ക്ലീവ്ലാൻഡിൽ മയക്കുമരുന്ന് മാഫിയ സംഘമാണ് മകനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അജ്ഞാത നമ്പറിൽ നിന്നാണ് അബ്ദുൾ മുഹമ്മദിന്റെ അച്ഛൻ മുഹമ്മദ് സലീമിന് കഴിഞ്ഞയാഴ്ച വിളി വന്നത്. എങ്ങനെയാണ് തുക നൽകേണ്ടതെന്ന് വിളിച്ചയാൾ പറഞ്ഞില്ല. യുഎസിലെ ബന്ധുക്കളെ മുഹമ്മദ് സലീം വിവരം അറിയിച്ചു. അവർ ക്ലീവ്ലാൻഡ് പോലീസ് മിസ്സിംഗ് കേസായി പരാതി നൽകി. കാണാതാകുമ്പോൾ അബ്ദുൾ മുഹമ്മദ് ഒരു വെള്ള ടീഷർട്ടും ചുവപ്പ് ജാക്കറ്റും നീല ജീൻസുമാണ് ധരിച്ചിരുന്നതെന്ന് ക്ലീവ്ലാൻഡ് പോലീസ് അറിയിപ്പിൽ പറഞ്ഞു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കൗൺസിലിനെയും സഹായം തേടി കുടുംബം വിവരം ധരിപ്പിച്ചു. നേരത്തെ അഭിജിത്ത് പരിചുരു എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ബോസ്റ്റണിലെ കാട്ടിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 3 മാസത്തിനിടെ യുഎസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 9ാമത്തെ സംഭവമാണിത്. മയക്കുമരുന്ന് മാഫിയ സംഘം തന്റെ മകൻ അവരുടെ പക്കലുണ്ടെന്നതിന് തെളിവൊന്നും നൽകിയിട്ടില്ലെന്ന് മുഹമ്മദ് സലീം പറഞ്ഞു. നിർദ്ദേശങ്ങൾ പാലിക്കാമെന്ന് മറുപടി പറഞ്ഞെങ്കിലും അയാൾ ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുകയായിരുന്നു. കെട്ടിട നിർമ്മാണ സൈറ്റുകളിലെ സൂപ്പർവൈസറാണ് മുഹമ്മദ് സലീം. സംഘാംഗം വിളിച്ചപ്പോൾ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരാൾ കരയുന്നതിന്റെ നേരിയ ശബ്ദം കേൾക്കാമായിരുന്നു. അത് ഞങ്ങളുടെ മകനാണോ എന്ന് വ്യക്തമല്ല, അച്ഛൻ മുഹമ്മദ് സലീം പറഞ്ഞു. മകൻ വലിയ കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നതെന്നും 30 മിനിറ്റിനകം പണം കിട്ടിയില്ല എങ്കിൽ തനിക്ക് സഹായിക്കാനാവില്ലെന്നാണ് വിളിച്ചയാൾ പറഞ്ഞത്. അതേസമയം അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ അഭിജിത്താണ് മരിച്ചത്. ബോസ്റ്റൺ സർവകലാശാല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അഭിജിത്ത്. കഴിഞ്ഞ വർഷമാണ് അഭിജിത്ത് ബോസ്റ്റൺ സർവകലാശാലയിലെത്തിയത്. കൂട്ടുകാർക്കൊപ്പം വാടക വീട്ടിലായിരുന്നു താമസം. ക്ലാസ്സിന് ശേഷം തിരികെ എത്താത്തതിനെ തുടർന്ന് കൂട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ കാട്ടിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പണവും ലാപ്ടോപ്പും കവരുന്നതിനായി അക്രമികൾ അഭിജിത്തിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുണ്ടൂർ സ്വദേശികളായ പരുച്ചൂരി ചക്രധർ ശ്രീലക്ഷ്മി ദമ്പതികളുടെ ഏക മകനാണ് അഭിജിത്ത്. നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ചിരുന്നു.